നമസ്കാരം. BMS ഡോക്ടർ ചാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ട്രോക്കിന് ശേഷമുള്ള ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റും HODയുമായ സൈജു ആൻ്റണി സാറാണ്. സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്ട്രോക്കിന് ശേഷം റീഹാബിലിറ്റേഷൻ ഉണ്ടല്ലോ, അവിടെ ഫിസിയോതെറാപ്പിയുടെ പ്രധാന പങ്ക് എന്തൊക്കെയാണ്? സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം എന്താണ് സ്ട്രോക്ക് എന്ന് നമ്മൾ പറയണം. ക്ലിനിക്കലി പറയുമ്പോൾ CV എന്ന് പറയും, സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ് എന്ന് പറയും. അതായത് ബ്രെയിനിൽ രക്തോട്ടത്തിന് വരുന്ന വ്യതിയാനങ്ങളാണ് ഇതിനകത്ത് മെയിൻ കാരണം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ് സിൻഡ്രോമാണ് സ്ട്രോക്ക് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് 2-3 രീതികളിൽ വരാം. ഒന്ന്, രക്തോട്ടം കൂടുന്നതുകൊണ്ട് വരാം. തലച്ചോറിലേക്ക് രക്തോട്ടം കുറയുന്നതുകൊണ്ടും വരാം. അത് സാവധാനം വരാം, പെട്ടെന്നും വരാം. ഓക്കെ. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ ഈ രക്തോട്ടം ഈ ഞരമ്പുകളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, സാധാരണഗതിയിൽ നമുക്കിപ്പം കൈവിരലൊക്കെ മുറിഞ്ഞു പോയി അത് കൂട്ടിച്ചേർക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ സാധാരണ കോശങ്ങളിലെ പോലെയുള്ള ഈ മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, അത് ആ സെല്ലുകൾ നിലനിൽക്കണമെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ ഇല്ലാതെയും നമ്മുടെ സാധാരണ കോശങ്ങൾ കുറച്ച് നേരം നിൽക്കും. അങ്ങനെയാണ് നമ്മൾ വിട്ടുപോയ വിരലുകളൊക്കെ കൂട്ടിച്ചേർക്കുകയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു ബേസിക് ഞരമ്പ് സെൽ, അത് ന്യൂറോൺ എന്ന് പറയും. ഈ ന്യൂറോൺ ഒരു പെക്യുലാരിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മിനിറ്റ് ബ്ലഡ് കിട്ടാതിരിക്കുകയോ 3 മിനിറ്റ് കൂടുതൽ ബ്ലഡ് കിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡൺ. അത് പോകും, അത് പെർമനൻ്റാണ്. പിന്നെ നമുക്കത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞരമ്പിൻ്റെ കോശങ്ങളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്ലഡ് സപ്ലൈ അങ്ങോട്ടുള്ളത് നമ്മൾ നിന്ന് പോവുകയാണ്, അതും അതിനെ ബാധിക്കും. ഒരു ബ്ലീഡിങ്, മാസീവ് ബ്ലീഡിങ് വരുവാണ്, അതും അതിനെ ബാധിക്കും. അപ്പോൾ ആ രക്തോട്ടത്തിനോ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഇതിൻ്റെ അകത്തുണ്ടാക്കുന്ന കോംപ്ലക്സ് സ്ട്രക്ചറുകൾക്കൊക്കെ ഒരു ആധാരം. ഇതാണ് ആ ഞരമ്പ് സെല്ലിൻ്റെ ഒരു ബേസിക് പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രക്തോട്ടം ഇതിന് മെയിൻ ഘടകമാണ്. ഇനി ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇത് സാവധാനം വരുള്ളൂ. ചിലപ്പോൾ നമുക്ക് കൈകാല് ചെറിയ തരിപ്പായിരിക്കും, മുഖത്തിന് ചെറിയൊരു കോട്ടലാകാം, അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ചെറിയൊരു പാകപ്പിഴയാകാം, അങ്ങനെ പലതും വരാം. അത് സാവധാനം വരുന്ന സ്ട്രോക്കാണ്. ചിലത് മാസീവായിരിക്കും, പെട്ടെന്നായിരിക്കും വരുന്നത്. അതായത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും പെട്ടെന്ന് കൊളാപ്സ് ചെയ്താൽ റെസ്പോൺസ് ഇല്ലാതായി പോവുക. ഇതൊക്കെ മാസീവ് സ്ട്രോക്കാണ്. അപ്പോൾ ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞ് ഈ 2 വിധത്തിൽ നമുക്കതിന് വരുന്ന 2 രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ. ഈ 2 രീതി വന്നാൽ ഇതിൻ്റെ മാനേജ്മെൻറ്റും സെപ്പറേറ്റാണ്. സെപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് മെഡിക്കൽ അറ്റൻഷൻ എടുക്കുക എന്നുള്ളതാണ് സ്ട്രോക്കിൻ്റെ ഒരു കാര്യം. നമുക്കിങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ല ഒരു ന്യൂറോളജിസ്റ്റിനെ, നല്ലൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉള്ളവർ നമ്മൾ പോവുക. ചിലപ്പോൾ ഇതിൻ്റെ അതല്ല എന്ന്, അല്ലെങ്കിൽ ഈ പ്രശ്നം കൊണ്ട് സ്ട്രോക്കിൻ്റെ ഏർലി ആരംഭമാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലായാൽ നമുക്കതിൻ്റെ മാനേജ്മെൻറ്റ് അന്നേരം തന്നെ തുടങ്ങേണ്ടതായിട്ട് വരും. ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ രക്തോട്ടം ഒരു രക്തക്കുഴലിൽ വന്ന് ചെറിയ തരി വന്ന് അടയുവാണ്, അങ്ങനെയാണെങ്കിൽ അത് ബ്ലഡ് സപ്ലൈ നിൽക്കുന്നതാണ് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. അത് നമുക്ക് കുറച്ചുകൂടെ റിക്കവർ ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ആ ബ്ലഡ് ക്ലോട്ട് അലിയിച്ച് കൊടുക്കുന്നുള്ള മെഡിസിൻസൊക്കെ ഉണ്ട്, അത് കൊടുത്ത് നമ്മൾ അലിയിപ്പിച്ചെടുത്താൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയും. ഇനി മാസീവ് ബ്ലഡാണ്, അതായത് ബ്ലഡ് വെസൽ പൊട്ടി ഹൈ BP ഒക്കെ ഉള്ളവർക്ക് ഇത് പൊട്ടി റപ്ചർ ആകുക എന്ന് പറയും. അല്ലെങ്കിൽ അന്യൂറിസം എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസിൻ്റെ അത് ചെറിയ ബലൂണ് പോലെ വീർത്ത് നിന്നിട്ട് അത് പൊട്ടുന്ന ഒരു പ്രതിഭാസത്തിനാണ് നമ്മൾ അന്യൂറിസം എന്ന് പറയുന്നത്, റപ്ചേർഡ് അന്യൂറിസം എന്ന് പറയും. അത് മാസീവ് ഇമ്പാക്റ്റാണ്. കാരണം ഒരു ഹ്യൂജ് ബ്ലഡ് ആയിരിക്കും ആ കുറഞ്ഞ ഒരു വോളിയത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അത് ഉണ്ടാകുന്ന, ഇപ്പം നമുക്കറിയാം, ഒരു ബ്ലഡ് ബ്രെയിനിൽ വന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ട്, അതിൻ്റെ ഇമ്പാക്റ്റുകൾ, ഇതൊക്കെ വളരെ മാസീവായിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാൻ ചിലപ്പോൾ നമ്മൾ ബ്ലഡ് നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരും, വലിച്ചെടുത്ത് കളയേണ്ടി വരും. ചിലപ്പോൾ ക്രേനിയോട്ടമി ചെയ്യേണ്ടി വരും, തലച്ചോറ് തുറന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ വരും. ഇപ്പോൾ ബ്ലഡ് വരാതിരിക്കുന്ന അല്ലെങ്കിൽ അടഞ്ഞു പോകുന്ന കേസിലാണെങ്കിൽ നമ്മൾ ത്രോംബളൈസ് ചെയ്യാന്ന് പറയും. ആ ബ്ലഡ് വെസൽസിൻ്റെ അടഞ്ഞ തരികൾ അരിഞ്ഞു പോകാനുള്ള മെഡിസിൻസ് ഉണ്ട്. അത് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിക്കവറി നമുക്ക് ഫാസ്റ്റാക്കി എടുക്കാം. കാരണം അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാം മെഡിക്കലി ചെയ്യുന്നതാണ്, ഞങ്ങളുടെ അടുത്തേക്ക് വരില്ല. ഞങ്ങളുടെ അടുത്ത് വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റേജ് മെയിനായിട്ട് നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഒന്ന് സ്റ്റേജ് ഓഫ് ഷോക്ക് എന്ന് പറയും. ആ സ്റ്റേജ് ഓഫ് ഷോക്ക് നമുക്ക് വരുന്നത് 24 to 48 hours. അത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തുമാത്രം എന്നുള്ളത്. അന്നേരം നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വൈറ്റൽസൊക്കെ സ്റ്റെബിലൈസ് ചെയ്യുക, നമുക്ക് ഉള്ളിൽ ICP എന്ന് പറയും, ഇൻട്രാക്രേനിയൽ പ്രഷർ, തലച്ചോറിൻ്റെ ഉള്ളിലെ പ്രഷർ മോണിറ്റർ ചെയ്യുക, അത് കറക്റ്റ് കൊണ്ടുവരിക, BP മാനേജ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ അന്നേരം നോക്കുന്നത്. ഇതൊക്കെ മെഡിസിൻ ചെയ്യുന്നതാണ്. ഇതൊക്കെ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഏർലി മൊബിലൈസേഷൻ. അതായത് നമുക്ക് 24 to 48 hours കഴിഞ്ഞ് ക്ലിനിക്കലി പേഷ്യൻറ്റ് സ്റ്റേബിളായി കഴിയുമ്പോഴാണ് നമ്മൾ ഫിസിയോയുടെ റോള് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്
നമുക്ക് എത്ര പെട്ടെന്ന് തുടങ്ങുന്നതോ അത്രയും നല്ലതായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ഫിസിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ക്ലിനിക്കലി പോകുന്ന ഈ ടീമിനോട് അനുബന്ധിച്ചായിരിക്കും. ഫിസിയോ ഒരിക്കലും സെപ്പറേറ്റ് അല്ല അതിൻ്റെ അകത്ത് വരിക. എപ്പോഴും ആ ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ ടീമുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് ആളുടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം, അപ്പോൾ അതൊക്കെ നോക്കി മോണിറ്റർ ചെയ്ത് നമ്മൾ ക്ലിനിക്കലി ഓക്കെ ആയി നമ്മൾ ഫിസിഷ്യനുമായിട്ട് അല്ലെങ്കിൽ സർജനുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ ആ പേഷ്യൻ്റ് സ്റ്റേബിൾ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഫിസിയോ പയ്യെ ഗ്രാജുവലി ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴും റീഹാബിലിറ്റേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സിംഗിൾ ഹാൻഡ് പ്രൊസീജിയർ അല്ല, ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അതിൻ്റെ അകത്ത് മെഡിക്കലി വരും, നമുക്ക് വരും. അപ്പം നമ്മളെപ്പോഴും ഈ ഡോക്ടേഴ്സുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. ഇതിൻ്റെ ഫോളോ അപ്പും അപ്ഡേറ്റും നമ്മളിങ്ങനെ ഡോക്ടേഴ്സിന് കൈമാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് ക്ലിനിക്കലി അവർക്ക് കുറേ ട്രീറ്റ്മെൻറ്റുകൾ ഡോക്ടേഴ്സിന് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെക്ഷൻ നിന്നിട്ട് അടുത്ത സെക്ഷൻ തുടങ്ങുന്നതല്ല, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ക്ലിനിക്കലി സ്റ്റേബിൾ ആകുന്നതനുസരിച്ച് നമ്മൾ പയ്യെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റും അത്രയും നല്ലത്. പക്ഷേ എപ്പോൾ തുടങ്ങണം എന്നുള്ളത് ക്ലിനിക്കൽ ടീമാണ് തീരുമാനിക്കുക. ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം എത്ര സമയം കൊണ്ടാണ് നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ പേഷ്യൻ്റെ കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്യണം. ഓക്കെ ആയി നമുക്ക് തുടങ്ങാം. താരതമ്യേന ഇസ്കീമിക് സ്ട്രോക്ക്, അതായത് ബ്ലഡ് കുറവ് വരുന്ന സ്ട്രോക്കിനേക്കാളും നമുക്ക് ബുദ്ധിമുട്ടും റിക്കവറി കുറവും ഹെമറേജിക് സ്ട്രോക്കിനായിരിക്കും. അത് ഒറ്റ പ്രിൻസിപ്പിളേ ഉള്ളൂ, ആസ് സൂൺ ആസ് പോസിബിൾ. ഫിസിയോ റീഹാബിലിറ്റേഷനെ സംബന്ധിച്ച് അതിൻ്റെ അകത്ത് മെയിനായിട്ട് 2-3 ഘടകങ്ങളുണ്ട്. ഘടകങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ആളുടെ ഏജ്, എത്രയും പെട്ടെന്ന് ആൾക്കാർ മെഡിക്കൽ അറ്റൻഷൻ കിട്ടി, പുള്ളി വിൽ പവർ എന്താണ്, പുള്ളി നല്ല ആക്റ്റീവാണോ, എണീറ്റ് വരാൻ താല്പര്യമുണ്ടോ, ഇല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് മെൻറ്റാലിറ്റിക്കാരനാണോ, അതൊക്കെ നമ്മൾ ഇതിൻ്റെ റിക്കവറി ആശ്രയിച്ചിരിക്കും. അപ്പോൾ എല്ലാ വിധത്തിലും നമ്മൾ പേഷ്യനെ ചില പേഷ്യന് കൗൺസിലിങ്ങിന് വേണ്ടി വന്നേക്കാം, ആളുടെ എല്ലാം ഒരു സ്റ്റാൻഡ് സ്റ്റില്ലാവുകയാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ നമ്മൾ സൈക്കോളജിക്കലി പുള്ളിയെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, ഇമോഷണലി പുള്ളിയെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇതെല്ലാം കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ പുള്ളിയുടെ ഈ മസിൽസ് ഡെവലപ്പ് ചെയ്യുക, ബാലൻസ് ചെയ്യുക, പുള്ളിയെ നടത്തി. ഫിസിയോയുടെ പ്രൈമറി എയിം എന്ന് പറയുന്നത് ബേസിക് നീഡ്സ് എന്ന് പറയും. അതായത് അവനവൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക. അതാണ് ഫിസിയോയുടെ ഇൻറ്റിമേറ്റ് ഏറ്റവും ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞ് ആൾ എന്ത് ജോലി ചെയ്തിരുന്നോ അല്ലെങ്കിൽ ആൾ എന്താണ് വർക്ക് ചെയ്തിരുന്നത് അതിലേക്ക് ആളെ തിരിച്ചെത്തിക്കുക. ഇത് രണ്ടും ഈ ആദ്യം ഉണ്ടാകുന്ന സ്ട്രോക്കിൻ്റെ ഇമ്പാക്റ്റിനെ ആശ്രയിച്ചിരിക്കും. അത്യാവശ്യം പേഷ്യൻ്റ് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് കാലൊന്ന് ബലപ്പെടുത്തിയെടുത്ത് പുള്ളി സ്റ്റെബിലൈസ് ചെയ്യുക, ഒന്ന് നിർത്തുക. അപ്പോൾ അതിന് നമുക്കിപ്പോൾ ഇഷ്ടംപോലെ എക്യുപ്മെൻസുകളുണ്ട്, അസിസ്റ്റഡ് ഗേറ്റ് ട്രെയിനിങ്ങുകളുണ്ട് നമ്മൾ നടത്താൻ. ടിൽറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിടക്കുന്നയാളെ നമ്മൾ എണീപ്പിച്ച് നിർത്തുന്ന ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് സ്ട്രെങ്തനിങ് കൊടുത്ത് പുള്ളിയെ നിർത്തി എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് ഓരോ കണ്ടീഷനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും നമ്മൾ പറയും സ്ട്രോക്ക് വന്നു ഒരു സൈഡ് തളർന്നു പോയെന്നാവും. പക്ഷേ അത് നമ്മളൊരു 10 പേരെ എടുത്താൽ അത് 10 വിധത്തിലായിരിക്കും. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആണ് ട്രീറ്റ്മെൻറ്റ്. എപ്പോഴും നമ്മൾ ആളെ നോക്കി ആളുടെ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു എക്സസൈസ് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഒരു ഫിസിയോയിലൊരു ഇമ്മീഡിയറ്റ് ഗോൾ ഉണ്ടാവും. അതായത് നമ്മൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് പുള്ളി എന്ത് ചെയ്യാൻ പറ്റും, മന്ത് കൊണ്ട് എന്താകും എന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ അതനുസരിച്ച് പേഷ്യൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ പേഷ്യൻ്റ് ബൈസ്റ്റാൻഡറുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മളൊരു പ്ലാൻ കൊടുക്കുന്നത്. വൺസ് ക്ലിനിക്കലി പുള്ളി ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്ലിനിക്കൽ സൈഡിൽ നിന്ന് മാറിയാൽ പിന്നെ ഫുള്ള് റീഹാബിലിറ്റേഷൻ സൈഡിലേക്ക് വരും. അന്നേരമാണ് നമ്മൾ വിഗ്രസ് ആയിട്ട് ആക്റ്റീവായിട്ട് ഫിസിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റിന് ഫിസിയോതെറാപ്പിയിലൂടെ ഉള്ള പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പരമപ്രധാനമായ ലക്ഷ്യം അവൻ്റെ ADL എന്ന് പറയും, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. അതായത് ഒരാളെ എടുക്കാൻ അവൻ്റെ പല്ല് തേക്കുക, ബേസിക് നീഡ്സ് ഉണ്ട്, ടോയ്ലറ്റിങ്, ഡ്രസ്സിങ്, ഇങ്ങനെയുള്ള ആദ്യമേ അവൻ്റെ ബേസിക് നീഡ്സ് അറ്റൈൻ ചെയ്യാം. നമുക്ക് ബെഡ് ടു ചെയർ ട്രാൻസ്ഫർ, അതായത് ഒരു ബെഡിൽ നിന്ന് ഒരാളെ എണീപ്പിച്ചൊരു ചെയറിലൊക്കെ എങ്ങനെ ഇരുത്താൻ പറ്റും, ഫുഡ് എങ്ങനെ കഴിക്കാൻ പറ്റും, പല്ല് തേക്കുന്ന കേസുകൾ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യമേ പ്രൈമറി കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈമറി നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന കാര്യങ്ങൾ. അതായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പുള്ളിയുടെ ഒരു എന്താ പറയുക നടക്കുന്ന സ്റ്റേജ്, വാക്കിംഗ്. പിന്നെ അത് കഴിയുമ്പോഴാണ് നമ്മുടെ കൈയുടെ മെയിൻ ആക്ടിവിറ്റീസ് വരിക. അത് നമ്മൾ ചിലപ്പോൾ ഒക്യുപേഷൻ തെറാപ്പിയുടെ ഹെൽപ്പ് വേണമായിരിക്കാം, ചിലപ്പോൾ പല കേസുകളിൽ സ്പീച്ച് തെറാപ്പി വേണ്ടി വന്നിരിക്കാം. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിന് വേണ്ട സപ്പോർട്ടീവായിട്ട് സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. സൈക്കോളജിക്കലി പുള്ളി ഒരു ഇച്ചിരി വീക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുള്ളിക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. അതൊക്കെ വരും. റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഫിസിയോ മാത്രമല്ല, ഇറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, ഒരു ടീമാണ് എപ്പോഴും റീഹാബിലിറ്റേഷൻ നമ്മൾ നടത്തുന്നത്. അത്രയും ആയി കഴിഞ്ഞു പുള്ളി അത്യാവശ്യം നടക്കാറാവും. പിന്നെ നമ്മൾ പോകുന്ന അവൻ്റെ ഒരു ഡെയിലി ബ്രെഡാണ്, അവന് ജീവിക്കാനൊരു മാർഗം എന്താണ് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള കേസിനെ നമ്മൾ ചെറിയ കടകൾ ഇട്ട് കൊടുക്കുക, എന്തെങ്കിലും അവർക്ക് ഒരു ഏണിങ് വേണം, അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക. ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ നമ്മൾ കാണുന്നത്. ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം ഒരാൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി പോയി.
അപ്പോൾ ഭാവിയിൽ ഫിസിയോതെറാപ്പിയിലൂടെ അയാൾക്ക് നടക്കാനുള്ള സാധ്യത എത്രമാത്രമാണ്? ഈ സ്ട്രോക്കിന് ശേഷം പുള്ളി എത്ര നാൾ ഫിസിയോ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പുള്ളി എത്ര നാൾ ഫിസിയോ ചെയ്തു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിനൊരു കാര്യം. അപ്പം നമ്മൾ സ്ട്രോക്ക് കഴിഞ്ഞു, ചിലപ്പോൾ ചില ആൾക്കാർ ഫിസിയോയുടെ ആവശ്യമില്ല ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതായത് കുറച്ച് ചിലപ്പം അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകാം, വേറെ എന്തെങ്കിലും വീട്ടിലെ ബുദ്ധിമുട്ടുകളുണ്ടാകാം. അങ്ങനെ പല കാരണങ്ങളും ചിലപ്പോൾ 1-2 മാസം ഇവർക്ക് ഫിസിയോ മുടങ്ങിപ്പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് സാധാരണ ഇതിൽ കണ്ടുവരുന്ന ആദ്യത്തെക്കാളും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഏറ്റവും പീക്ക് ടൈം, അതായത് നമ്മൾ പറഞ്ഞു ആക്റ്റീവ് ഫിസിയോ വേണ്ട സ്റ്റേജാണ് ആദ്യത്തെ ഒരു 3 മാസം അല്ല 1.5 മാസം എന്ന് പറയുന്നത്. ആ സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അത് ചെയ്യാതിരുന്നിട്ട് പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ലാഗ് ചെയ്യും. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസിൽസിന് ഞാൻ ഈ പറഞ്ഞല്ലോ ടോൺ പോവും. ഇത് കഴിഞ്ഞ് ചിലപ്പോൾ ഈ മസിൽ സ്പാസ്റ്റിസിറ്റിലേക്ക് പോകും, അതായത് പിടുത്തം വരും, ടൈറ്റ് ആകാൻ തുടങ്ങും. അതൊരു 1.5 മാസം കഴിയുമ്പോൾ മുതൽ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങും. അതായത് കൈവിരലുകളൊക്കെ പയ്യെ ചുരുണ്ട് വരാൻ തുടങ്ങും, വിരൽ നിവരാൻ ബുദ്ധിമുട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ മസിൽസിന് ചെറിയായിട്ട് ടൈറ്റ്നസ് വരും. ഈ ടൈറ്റ്നസ് നമ്മൾ അന്നേരവും ഫിസിയോ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ഗോ ടു സ്പാസം, റിജിഡിറ്റിയിലേക്ക് പോകും. കൈ ഇങ്ങനെ മുറുകിയിരിക്കും, പിന്നെ നിവരാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പിടിച്ച് നിവർത്താൻ നോക്കുമ്പോൾ ഭയങ്കര ബലമായിരിക്കും, വേദന ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ റിസൾട്ടും അതനുസരിച്ച് മോശമായിരിക്കും. എത്രയും പെട്ടെന്ന് ഫിസിയോ തുടങ്ങുക, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമുക്ക് വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട്. ഈ ബാലൻസ് പ്രശ്നങ്ങളൊക്കെ ഈ ഫിസിയോതെറാപ്പി വഴി നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അതിനൊക്കെ എന്തൊക്കെ ട്രെയിനിങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ബാലൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് കാലുകൾക്ക് ബലമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരാൾക്ക് നടക്കാൻ പറ്റില്ല. ഓക്കെ. ഇപ്പം നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ സൈക്കിൾ ഔട്ട്. ഓക്കെ. കാലിന് ബലം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റൂ, പറ്റത്തില്ല. ദാറ്റ്സ് എ ബാലൻസിങ് മൂവ്മെൻറ്റ്. സ്കേറ്റിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതൊക്കെ ഒരു ബാലൻസിങ് ആണ്. ജിംനാസ്റ്റിക്സ് ചെയ്യുന്നുണ്ടല്ലേ, കാരണം ആക്റ്റീവ് മൂവ്മെൻറ്റ്സാണ്. അതെല്ലാം ഹൈലി നമ്മൾ ബാലൻസാണ്. ഇപ്പം നമ്മൾ ആദ്യമേ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻസിനെ നമ്മൾ ആദ്യം സ്ട്രെങ്തൻ ചെയ്ത് നമ്മൾ നിൽക്കാനുള്ള പവറിലായിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ടിൽ ടേബിൾ പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആളെ നിർത്തും. എന്നിട്ട് ഈ ടിൽ ടേബിൾ നമ്മൾ ആളെ നിർത്തുന്നതെന്ന് വെച്ചാൽ ബെൽറ്റൊക്കെ ഇട്ട് ടൈ ചെയ്തിട്ടാണ് പുള്ളി നേരെ നിർത്തുന്നത്. ഈ ബെൽറ്റുകൾ നമ്മൾ പയ്യെ ലൂസ് ചെയ്ത് കൊടുത്ത് കാലിലേക്കും പുള്ളിക്ക് സ്പൈനിലേക്ക് നമ്മൾ ബലം കൊടുത്ത് കൊണ്ടുവരും. അതിനു മുന്നേ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ നമ്മൾ സിറ്റിംഗ് പോസ്റ്റിലേക്ക് കൊണ്ടുവരും. ആദ്യം നമ്മൾ കിടക്കുന്ന ഒരാളെ സിറ്റിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരണം. സിറ്റിംഗ് പൊസിഷനിലേക്ക് വന്ന് നമ്മൾ നിർത്തുന്നു. നിന്ന് കഴിഞ്ഞിട്ടാണ് നടക്കുക. കിടക്കുന്ന ഒരാളെ നമ്മൾ ഒറ്റ സുപ്രഭാതത്തിൽ എണീപ്പിച്ച് നമുക്ക് നടത്താൻ പറ്റില്ല. അപ്പം നമ്മൾ ആദ്യം ഇരുത്തുക എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്പൈൻ, അതായത് നട്ടല് മുതൽ മുകളിൽ വരെയുള്ള ഭാഗം നമ്മൾ ബാലൻസ് ചെയ്ത് ബലപ്പെടുത്തുക എന്നുള്ളതാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരാൾ ഇരിക്കുക എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എണീപ്പിച്ചിരുത്താൻ ബുദ്ധിമുട്ടായിരിക്കും, കൈയൊക്കെ കുത്തി നമ്മൾ എണീപ്പിച്ചിരുത്തും അല്ലെങ്കിൽ പിടിച്ചിരുത്തും. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈയുടെ സപ്പോർട്ട് കുറച്ചിട്ട് കൈ വിട്ട് നമുക്ക് പതിയെ എണീറ്റ് അല്ല തന്നെത്താനെ എണീറ്റ് ഇരിക്കാൻ പറ്റണം. അത് എണീറ്റിരുന്ന് നമ്മളൊരു പാത്രത്തിൽ ഫുഡ് കഴിക്കാൻ പറ്റണം. അത് കാണിക്കുന്നത് നമ്മുടെ നട്ടിൽ അതനുസരിച്ച് ബലമായെന്ന് കാണിക്കുന്നത്. അത്രയും ബലമായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിൽ ഗോ ടു സ്റ്റാൻഡ്, സിറ്റ് ടു സ്റ്റാൻഡ് പറയും. ഇരിക്കുന്നിടത്ത് നമ്മൾ നിർത്താൻ പോകും. അപ്പം നമ്മൾ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇടുപ്പും മുട്ടും കൂടെ ശ്രദ്ധിച്ചാൽ മതി. കാരണം സ്പൈൻ ഓൾറെഡി പുള്ളിയുടെ സ്ട്രെങ്താണ്, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മൾ ആദ്യമേ പേഷ്യൻറ്റിനെ ഇരുത്തുന്നു, നിർത്തുന്നു, നടത്തുന്നു. ഈ നടക്കുന്ന സ്റ്റേജിൽ വരുമ്പോഴാണ് പുള്ളി താങ്കൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ബാലൻസിൻ്റെ പ്രശ്നം വരുന്നത്. അത് എസ്പെഷ്യലി മിഡ് ബ്രെയിൻ സെർബെല്ലോ ഒക്കെ വരുന്നെങ്കിൽ അതിൽ നമുക്ക് ഭയങ്കരമായ അറ്റാക്സിക് ടൈപ്പ് എന്ന് പറയും. അതായത് നമ്മൾ കാലെടുത്ത് വെക്കുന്ന ആ ഒരു പ്രക്രിയയുണ്ട്, അതിൽ ഈ പേഷ്യൻറ്റിന് കൺട്രോൾ വളരെ കുറവായിരിക്കും. ആൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല കാല് വരിക, കാല് വേറൊരു വഴിക്ക് പോകും, പുള്ളി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇവിടെയായിരിക്കും. അപ്പം നമ്മൾ അതിന് സെപ്പറേറ്റ് ബാലൻസിങ് എക്സസൈസുകളുണ്ട്. അവരെ നമ്മൾ ആദ്യം നിർത്തും. ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന എങ്ങനെയാണ് കൃത്യമായ മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് ചെയ്ത സ്ഥലത്തൂടെ അവരെ നിർത്തി ബാലൻസ് ചെയ്ത് ഓരോ കാലും എടുത്ത് വെച്ച് പയ്യെ നടക്കാൻ നമ്മൾ പഠിപ്പിക്കും. ഇവർക്ക് പക്ഷേ സ്ട്രെങ്ത് ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ ബാലൻസ് പോകും. ബാലൻസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അത് കൈക്കുമുണ്ട്, കൈക്ക് കോർഡിനേഷൻ വരും. അതായത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടിട്ടാണ് കൈക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണം. അത് കൺട്രോൾ ചെയ്ത് പയ്യെ നമ്മൾ ഓരോന്നും ഓരോ ടെക്നിക്സ് വഴി അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്ന് അവരെ ഫുഡ് കഴിക്കാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കാൻ പഠിപ്പിക്കണം നമ്മൾ. സോ ഒരു കോംപ്ലക്സ് പ്രൊസീജിയറാണ്. സാധാരണയായിട്ട് നമ്മുടെ ഈ സ്ട്രോക്ക് പേഷ്യൻറ്റിന് എത്ര ആയിരിക്കും അവരുടെ കാലാവധി ഫിസിയോതെറാപ്പിയുടെ? അത് നമുക്ക് തികച്ചും ഒരു പിൻ പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പുള്ളിക്ക് എന്തുമാത്രം പ്രായമുണ്ട്, ഇപ്പോൾ എത്ര മെഡിക്കൽ അറ്റൻഷൻ കിട്ടി, പുള്ളിക്ക് സർജറി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളതിനെ ആശ്രയിച്ചിരിക്കും. രണ്ട്, ഈ ആളുടെ ഒരു വിൽ പവർ, ഇയാളുടെ ഒരു എന്തൂസിയാസം, ഈ കയറണം അല്ലെങ്കിൽ നടക്കണം, ആക്റ്റീവായിട്ട് തിരിച്ച് ജോലി പോകണം എന്നുള്ളത്. ഈ പ്രായമായവർക്കും ഈ റീഹാബിലിറ്റേഷൻ ഈക്വലി എഫക്റ്റീവ് ആണോ?
അതോ പ്രായം കുറഞ്ഞവർക്കും അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ പ്രായം ഇതിനൊരു ഘടകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്നോ അല്ലെന്നോ എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു താല്പര്യം, അതാണ് അതിനകത്ത്. ഇപ്പം നമ്മൾ ഏജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എത്രയോ ആൾക്കാർ ആക്റ്റീവായിട്ട് ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നവരുണ്ട് ഇല്ലേ. ക്ലിനിക്കലി ഒരു ഘടകമാണ്. ചിലപ്പോൾ അസോസിയേറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടാകാം, ഓൾറെഡി വേറെ എന്തെങ്കിലും കാർഡിയ കംപ്ലയിൻറ്റുകളുണ്ടാകാം, BP അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടാകാം. അതൊക്കെ വന്നെങ്കിൽ ഇപ്പം CKD പോലുള്ള കിഡ്നി കംപ്ലയിൻറ്റുകളോ ലിവർ കംപ്ലയിൻറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ആഘാതം കൂട്ടും. അപ്പം പ്രായം ഒരു ക്രോണോളജിക്കലി പറയുകയാണെങ്കിൽ ഞാനതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷേ അസോസിയേറ്റഡ് പ്രോബ്ലംസ് ഉള്ള വ്യക്തിയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ റീഹാബിലിറ്റേഷനെ ബാധിക്കും. അത് പ്രായമായിട്ടുള്ളവർക്ക് അസോസിയേറ്റഡ് പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലാതെ റീഹാബിലിറ്റേഷനെ സംബന്ധിച്ച് പ്രായം ഒരു ഘടകമാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ ഞാൻ പറയും. ഈ സ്ട്രോക്ക് റീഹാബിലിറ്റേഷനിൽ നമ്മൾ പുതിയ ടെക്നോളജീസ് എന്ന് വെച്ചാൽ പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ടോ? അത് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഞാനൊക്കെ പഠിച്ച് ഇറങ്ങി വരുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് 28-29 കൊല്ലമായിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് മെയിനായിട്ടും ഫിസിയോ എന്ന് പറയുന്നത് ഓർത്തോപീഡിക്സുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പെയിൻ മാനേജ്മെൻറ്റ് അതായിരുന്നു നമ്മളൊക്കെ പഠിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു മെയിനായിട്ടുള്ള കാര്യം. വേദന, അപ്പോൾ ഓർത്തോപീഡിക്സ് ആരാണ് മെയിനായിട്ടും ഫിസിയോ ആയിട്ട് അസോസിയേറ്റ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു റീസെൻ്റായിട്ട് ഒരു 10-15 കൊല്ലമായിട്ട് നമ്മുടെ ന്യൂറോ സെക്ഷനിൽ വന്ന ഡെവലപ്മെൻറ്റ് ഒരു ഫോർ റീച്ചിങ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ, ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആൾ മരിച്ചു എന്നുള്ളതായിരുന്നു. അതിൻ്റെ അതൊരു മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കര ഹൈ ആയിരുന്നു. സർവൈവൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ 20% ആയിരുന്നു. ഇന്നത് മാറി. ഇന്ന് നമ്മുടെ ഇപ്പം നിങ്ങൾക്കറിയാം കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഹോസ്പിറ്റലുകളില്ല, എല്ലാം എമർജൻസിയാണ്. ഓക്കെ, ആ ഒരു ചേഞ്ചസ് ഇതിൻ്റെ അകത്ത് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സർവൈവൽ റേറ്റ് കൂടുന്നതനുസരിച്ച് ഈ റീഹാബിലിറ്റേഷൻ്റെ സ്റ്റാൻഡും കൂടുകയാണ് ചെയ്യുന്നത്. പണ്ട് നമുക്കിത് വളരെ കുറവായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഫുള്ള് ന്യൂറോ റീഹാബിലേക്കായിരിക്കും ഫുള്ളായിട്ട് ആൾക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിലാണ് പുതിയ ആവശ്യം. പെയിൻ മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഓർത്തോയുടെ സെക്ഷനായിട്ട് നിന്നെങ്കിലും ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് വരുന്നത് എപ്പോഴും ഈ AI പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഗെയ്റ്റ് ട്രെയിനിങ്ങൾ, ഗേറ്റർ പോലുള്ള സാധനങ്ങൾ നടത്തിക്കാനുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ മറ്റേ വെർച്വൽ റിയാലിറ്റിയിൽ പോലുള്ള സാധനങ്ങൾ വെച്ചുള്ള ഗെയിം പ്ലാനുകൾ. അപ്പം നമ്മൾ കൈക്ക് ബുദ്ധിമുട്ടുള്ളവരെ നമുക്ക് വെർച്വൽ റിയാലിറ്റിയിൽ നമ്മൾ ഗെയിംസൊക്കെ ഇട്ടിട്ട് കൺസോൾ വെച്ചിട്ട് നമുക്ക് കൈയുടെ ആക്ടിവിറ്റീസ് നമുക്ക് ഇപ്പോൾ ഗെയിമാണ് ജോയ്സ്റ്റിക്ക് വെച്ച് നമ്മൾ ആ കൈയുടെ അവർ ഗെയിമാണ് ആക്ച്വലി കളിക്കുക. അപ്പോൾ ആ എഫക്റ്റഡ് ലിംബ് വെച്ചിട്ട് നമുക്ക് കൈയുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ വെർച്വൽ റിയാലിറ്റിയും AI ഒക്കെ ഇന്നും ആക്ച്വലി നല്ലൊരു റോളാണ് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് പേഷ്യനെ നമ്മൾ നിർത്തിക്കണമെങ്കിൽ നമ്മൾ മാനുവലി ആളെ എണീപ്പിച്ച് നിർത്തണം. ഓക്കെ, ഇപ്പോൾ ഇതിനൊക്കെ മെഷീൻസായി. അൺവേജിങ് സിസ്റ്റം ഉണ്ട്, സപ്പോർട്ടിങ് വാക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് ഹാർനസ് ഇട്ടിട്ട് പേഷ്യൻ്റ് ഒരു കാരണവശാലും താഴെ വീഴില്ല എന്നുള്ള ഫെസിലിറ്റിയിൽ നമുക്ക് നടത്തിക്കാൻ പറ്റും. നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ അത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം കൂടി അപ്പം നമുക്കെന്ന് വെച്ചാൽ റിക്കവറി റേറ്റ് കൂടി, റിസൾട്ട് കുറച്ചുകൂടെ ബെറ്ററായി, കുറച്ചുകൂടെ സ്പീഡായിട്ട് ആൾക്കാരെ നമുക്ക് റിക്കവറി ചെയ്ത് നടത്താൻ പറ്റും. അവരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റും. കാരണം പണ്ടത്തെ പോലെയല്ല, ഇന്ന് സമയത്തിന് വിലയാണ്. ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് എണീറ്റ് അവൻ്റെ വർക്കിന് പോകാൻ പറ്റും, അത്രയും പെട്ടെന്ന് അവൻ എണീക്കുക. അതിന് പുതിയ പുതിയ ടെക്നോളജി ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഹാൻഡിൻ്റെ കോർഡിനേഷൻ ഉള്ളതാണെങ്കിലും നടത്തിക്കാനും ബാലൻസ് ട്രെയിനിങ്ങും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഗേറ്റ് അനലൈസർ വരുന്നുണ്ട്. നമുക്ക് ഓരോ കാലിലും എന്തുമാത്രം വെയിറ്റ് കൊടുക്കുന്നുണ്ട്, അതനുസരിച്ച് അവന് വേണ്ട പ്രോസ്റ്ററ്റിക്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള മെത്തേഡ് നമുക്കിന്നുണ്ട്. അതെല്ലാം ഫാർ ആയിട്ട് പെട്ടെന്ന് ഗ്രോത്ത് ഫാസ്റ്റായിട്ട് ഗ്രോയിങ് ചെയ്യുന്ന ഒരു ഫീൽഡാണത്. ഓക്കെ, അപ്പം ബെറ്റർ റിസൾട്ടും ഉണ്ട് നമുക്ക്. പണ്ടത്തെ പോലെ നമുക്ക് ഫിസിയോസിന് കഷ്ടപ്പാടുകളും കുറവാണ്. സ്ട്രോക്കിന് ശേഷം ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞ സായി സാറിന് സ്നേഹപൂർവ്വം നന്ദി. അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയവുമായി വരുന്നവരേക്കും ദിസ് ഇസ് ജിബിൻ സൈനിങ് ഓഫ്.